ലോകം വീണ്ടും യുദ്ധത്തിന്റെ ഭീതിയിലാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിലെ ധാരണകൾ ലംഘിക്കപ്പെട്ടു എന്ന് ആരോപിച്ച് ഇറാനെതിരെ കടുത്ത ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. തുടർച്ചയായ 6 രാത്രി ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ US വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തി. ലോകം മുഴുവൻ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വശത്ത് വൻതോതിൽ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വൻ ശക്തികൾ എന്നതാണ് ഇതിനു പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇറാനിലെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായിരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ വൈദ്യുതി നിലയവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ ബോംബാക്രമണത്തിൽ തകർന്നു. ഹോർമുസ്ഖാൻ പ്രവിശ്യയിൽ US ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി ഉയർന്നു കഴിഞ്ഞു. കൂടാതെ 9ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. എന്നാൽ ഇറാനും വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. ബഹ്റൈനിലെ US സൈനിക താവളങ്ങളിലെ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമിട്ട് തങ്ങൾ തിരിച്ചടിച്ചതായി ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധം മുറുകുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളും കടുത്ത ജാഗ്രതയിലാണ്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണം തങ്ങൾ തടുത്തതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കുവൈത്താകട്ടെ തങ്ങൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ ഉപരോധം കർശനമാക്കാൻ US സൈന്യം കപ്പലുകളിൽ തെരച്ചിൽ ശക്തമാക്കിയിട്ടുമുണ്ട്. ഇറാൻ സൈനിക വക്താവ് വ്യക്തമാക്കിയത് പ്രകാരം ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും യുദ്ധത്തിന്റെ മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ല എന്നാണ്. തങ്ങളുടെ പരമാധികാരത്തെ അമേരിക്ക ഭയപ്പെടുന്നു എന്നും അമേരിക്കയ്ക്ക് തങ്ങളെ ആക്രമിക്കാൻ സ്വന്തം മണ്ണ് വിട്ടു നൽകരുതെന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ അഭ്യർത്ഥിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിൽ ഉടൻ വിജയം കാണുമെന്ന് അവകാശവാദവുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴാണ് ഇതിനു പിന്നിലെ യഥാർത്ഥ ബിസിനസ് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യ കത്തുമ്പോൾ 2 ഗൾഫ് രാജ്യങ്ങൾക്ക് വൻതോതിൽ ആയുധങ്ങൾ വിൽക്കാനുള്ള 2 കരാറുകൾക്കാണ് അമേരിക്കൻ കമ്പനി അനുമതി നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ കരാർ $1.96 ബില്യൺ. ഇതിൽ റോക്കറ്റുകളെ തകർക്കുന്ന ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വെടിവെച്ചിടാൻ ശേഷിയുള്ള എയർ ടു എയർ ഗൈഡൻസ് സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കരാർ $484 മില്യൺ. സൈനിക വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമുള്ള സാങ്കേതിക സഹായമാണ് ഇതിലൂടെ അമേരിക്ക വിൽക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോഴും സമാധാന ചർച്ചകൾ വഴിമുട്ടുമ്പോഴും വൻകിട ആയുധ കമ്പനികളും വികസിത രാജ്യങ്ങളും കോടികളുടെ ലാഭമാണ് കൊയ്യുന്നത്. ഈ യുദ്ധം എങ്ങോട്ടാണ് ലോകത്തെ നയിക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.